ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, അതേസമയം ശക്തമായ പ്രതിഷേധമുണ്ട്. 2 ദിവസം ഷാഫി പറമ്പിലിന്റെ പിന്നാലെ പോയതുകൊണ്ട് സ്വർണ്ണപ്പാളിയിലുള്ള പ്രതിഷേധം മറ്റൊരു വഴിക്കോട്ട് പോയി. ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ കണക്കാക്കുന്നത് അങ്ങനെ പോയാൽ ഈ പ്രതിഷേധം പല വഴിക്ക് പോകും. അന്വേഷണം തകൃതിയായി നടക്കുന്നു. ഇന്നും ഈ ശബരിമലയിലെ സ്വർണ്ണ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധത്തിനുള്ള സാധ്യത എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ? ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ഒരു ചെറിയ അവധിയൊക്കെ കൊടുത്ത് നാളെ മുതൽ മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ. എന്താണ് ഇന്ന് പ്രതിഷേധത്തിന് എത്രത്തോളം സാധ്യതയുണ്ട്? ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. അവധി ഒന്ന് കൊടുത്താൽ, ഞായറാഴ്ചയാണ്, അവധി കൊടുത്താൽ വിഷയം തണുത്തു പോകുമെന്ന് പ്രതിപക്ഷത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവധിക്ക് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇന്നും ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഞായറാഴ്ചയാണ് എന്നുള്ളതും മുന്നിലൊരു തടസ്സമായി നിൽക്കുന്നുമുണ്ട്. അരുണെ, ഇത് കോൺഗ്രസും BJPയും അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് ദേവസ്വത്തിന്റെ അന്നത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും പ്രതിയായ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീങ്ങണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആവശ്യം. കാരണം അങ്ങനെ നീങ്ങിയാൽ മാത്രമേ അവർക്ക് അവരുടെ രാഷ്ട്രീയ ആയുധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ദേവസ്വം മന്ത്രി VN വാസവൻ, PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിരുന്നു. ഇനി പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടമാണ്. 14-ാം തീയതി അവരുടെ മേഖലാ ജാഥകൾ തുടങ്ങുന്നു. കാഞ്ഞങ്ങാട്, പാലക്കാട്ട്, തൊടുപുഴ, തിരുവനന്തപുരം എന്നീ മേഖലകളിൽ നിന്നുള്ള ജാഥ 18-ാം തീയതിയോടുകൂടി പന്തളത്ത് സമാപിക്കും. അത് വലിയ ഒരു വിശ്വാസി സംഗമമായി കോൺഗ്രസ് മാറ്റാനാണ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ ഗൃഹസന്ദർശനം പുരോഗമിക്കുന്നുണ്ട്. BJPയും കോൺഗ്രസും ഈ വിഷയത്തിൽ തെരുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ യുവതീ പ്രവേശന സമയത്ത് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇരു പാർട്ടികളും ശ്രമിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണ മോഷണം കൊണ്ടുപോയി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് വലിയ പ്രസക്തിയുള്ളതായി ഇരു പാർട്ടികളും കരുതുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം തണുക്കില്ല, ആഞ്ഞടിക്കാൻ തന്നെയാണ് ഇരു പാർട്ടികളുടെയും തീരുമാനം. താങ്ക് യു ടി വി പ്രസാദ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഉഷാറാവാനാണ് സാധ്യത. പ്രതിഷേധങ്ങൾ കൊണ്ട് കാത്തിരുന്ന് കാണാം ഇത് എങ്ങോട്ടാണ് പോയി കയറുന്നത്. സ്വർണ്ണപ്പാളി ഒടുവിൽ ഈ പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്കയും ചിലർക്കുണ്ട്. കാരണം ഇതിൽ കോടതിയുടെ ഇടപെടലിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയോ സർക്കാരിനെതിരെയോ ഒന്നും പരാമർശങ്ങളില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിൽ എല്ലാ കാലത്തും ശബരിമലയിലെ നമ്മൾ സാധാരണ എർത്തായിരുന്നു എന്നാണ് പറയുക. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ എർത്തായിട്ട് എല്ലാ കാലത്തും ഉണ്ടാവുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവരിൽ ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ കുറേ അവതാരങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ കോഴിക്കോടും ഈ പറയുന്ന ഗുരുവായൂരും ഒക്കെ കടന്ന് കറങ്ങുന്നുണ്ട്. പല ഭക്തർക്കും ആവശ്യത്തിനുള്ള ദർശനങ്ങൾ, അനാവശ്യത്തിനുള്ള വഴിപാടുകൾ ഇതെല്ലാം ഏർപ്പാടാക്കുന്നത് ഈ പറയുന്ന ഏജന്റുമാർ വഴിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മറവിൽ അവർ ഒരുപാട് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് 6 ആഴ്ചക്കകം തെളിവ് സഹിതം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ പിടിക്കപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും. എല്ലാ യൂണിയനുകളിൽപ്പെട്ടവരും ഈ പ്രതിയേർക്കപ്പെട്ടവരിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം.